എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ ഭയങ്കര ഒരു കോളിളക്കം തരംഗമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു പേരാണ് കൊല്ലം സുധിയുടെ വൈഫ് രേണുക. ശരിക്കും പറഞ്ഞ കേരളത്തിന്റെ മാനാഭിമാനം വിറ്റ് കളഞ്ഞ ഒരു പേര് കുട്ടിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഇൻസ്റ്റയൊക്കെ എടുത്ത് നോക്കണമെങ്കിൽ യങ്ങസ്റ്റ് ആയിട്ടുള്ള പിള്ളേരെ നെഗറ്റീവ്സ് കംസണ്ട് എനിക്ക് അറിഞ്ഞുകൊണ്ട് അവരുടെ വായി തോന്നിയതൊക്കെയാ കുട്ടീനെ വിളിച്ച് പറഞ്ഞു. ഓരോരുത്തർ ഇട്ടിരിക്കുന്ന കമന്റ്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ചങ്ക് തന്നെ ഒരു പെടയണ രീതിയിൽ ഈ കുട്ടി കമന്റ്സും കാര്യങ്ങളും വായിക്കോ ഇല്ലേന്നൊന്നും അറിയില്ല. ഒരാളുടെ ഭാര്യ ഭർത്താവും മരിച്ചു എന്ന് കരുതി നമ്മൾ വീട്ടിനകത്തേക്ക് ഇങ്ങനെ ചടഞ്ഞുകൂടി അല്ലെങ്കിൽ കരഞ്ഞ് അല്ലെങ്കിൽ ഒരു വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മൾ ഇരിക്കണോ? ഇത് എന്താണ് കാരണം വെച്ചാൽ നമ്മുടെ പിന്നെ ആ പുള്ളിക്കാരി ഒരു ടൈമിൽ പറഞ്ഞു, അതായത് ഏട്ടന്റെ ഓർമ്മകളുമായിട്ട് ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. പക്ഷെ അത് നോക്കുമ്പോഴേക്ക് അതിന്റെ കുടുംബത്തിൽ 2 കുട്ടികളുണ്ട്, അവരുടെ വിദ്യാഭ്യാസമുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ അടക്കം വരുന്ന ആരെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കുമോ? അപ്പൊ അവർക്ക് ജോലിക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ആ കുട്ടിയുടെ ഉള്ളില് ഉള്ളൊരു കല, അത് ഒരു ഉപജീവന മാർഗം എടുത്തതിൽ ഇത്രയും ഈ ഭൂകമ്പം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? ഈ നെഗറ്റീവ്സ് കമന്റ്സ് പറയും. നമ്മുടെ ഇന്ന് കേരളത്തിന്റെ കാര്യം ഓരോരുത്തർക്കും അറിയാം, അതിന്റെയൊക്കെ പോക്ക് എങ്ങോട്ടാണെന്ന്. ഇതൊന്നും ആർക്കും കൊട്ടിഘോഷിക്കാനോ അതിനകത്തൊന്നും ഒരു നിയന്ത്രണം കൊണ്ടുവരാനോ ഒന്നുമില്ല. ഈ കൊല്ലം സുധിയുടെ വൈഫ് 2 റീല് ചെയ്തു. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ അഭിമാനം മൊത്തം വിറ്റ് തുലച്ചെന്നുള്ള ആ ഒരു ഇതിലേക്കുള്ള കമന്റ്സുകളായിരുന്നു. ഓരോരുത്തർ ഇട്ടിരിക്കുന്ന കമന്റ്സുകളൊക്കെ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നും. കാരണം ഒരു പുള്ളിക്കാരി ഇട്ടിരിക്കുന്ന, അതായത് ഈ ഭർത്താവ് മരിക്കാനിരുന്നോ ഇതിനകത്തേക്ക് ഇറങ്ങാനെന്നുള്ളത്, അവർക്ക് എന്തോ പിന്നെ ഇത് ആ പുള്ളിക്കാരുള്ള സമയത്ത് ആ കുഞ്ഞുങ്ങളെയൊക്കെ അവർക്ക് ചേർത്ത് പിടിച്ച് ആ വീട്ടിൽ ഇരുന്നാൽ മതി, ആ പുള്ളിക്കാരൻ ആ ഉടുക്കാനും കഴിക്കാനും ഒക്കെ ഉള്ളത് കൊണ്ട് കൊടുക്കുമായിരുന്നു ഇല്ലേ? ഇന്നിപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എല്ലാം മാറി. ഈ മനുഷ്യർ എന്താ ബോധം ഇല്ലെന്നാണ് ചിന്തിക്കുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം ഇന്നിപ്പോ സംസാരിച്ചിട്ട് നാളത്തെ ദിവസം കാണുമോ ഇല്ലയെന്ന് പോലും നമുക്കറിയില്ല. ആ ഒരു കാലഘട്ടത്തിലും അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലേക്കൂടെ കേരളം എന്ന് പോകുന്നത്. ഇതൊന്നും ചർച്ച ചെയ്യാനോ അതിനകത്തേക്ക് ഒരു തിരുത്തലോ ഒരു കൂട്ടായ്മേറ്റോ കൂടി എല്ലാവരും കൂടെയൊക്കെ അതിനൊരു അറുതി വരുത്താനോ ഒന്നുമില്ല. ഈ കൊല്ലം സുധിയുടെ വൈഫ് 2 റീല് ചെയ്തു എന്ന് കരുതിയിട്ട് അവർ എന്ത് ജോലി ചെയ്യണം, എന്ത് ഉടുക്കണം എന്നുള്ളത് നമ്മുടെ പെർമിഷൻ കിട്ടിയിട്ട് വേണം അവർക്ക് ചെയ്യേണ്ടത്. ഒരാൾ ഇങ്ങനെ അവർക്ക് ഒരു പെൺകുട്ടി ഇട്ടിരിക്കുന്ന കമന്റാണ്, മെസ്സേജാണ്. അതായത് അവർക്ക് ഈ സുധി മരിച്ച ശേഷം അവർക്ക് ഈ അഭിനയം അല്ലാതെ വേറെ ഏതെല്ലാം മേഖലകളുണ്ട് അതിനകത്തേക്ക് ജോലിക്ക് വേണ്ടി. എന്ത് ഊളത്തരായിട്ടുള്ള ചോദ്യമാണ്. അതായത് അവരെന്ത് ജോലിക്ക് പോകണമെന്നുള്ളത് അവരുടെ ഇഷ്ടം, അവരെന്ത് ഡ്രസ്സ് ഇടണമെന്നുള്ളത് അവരുടെ ഇഷ്ടം. അത് ഇപ്പം പുള്ളിക്കാരനൊരു ഇൻസിഡന്റ് പറ്റി മരിച്ചു, അതിന്റെ ബേസിൽ കുറച്ച് പേര് ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇത് ഓരോ ഈ മലയാളീസിന്റെ അടിമയാണോ? നമ്മളെടുത്ത് ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള മേഖല അവർ തിരഞ്ഞെടുക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. അവരുടെ കുഞ്ഞുങ്ങളുടെ വയറ്റിലേക്കുള്ള ഒരു നേരത്തെ ആഹാരത്തിന് അവരത് പോയെങ്കിലേ ഉണ്ടാവത്തുള്ളൂ. എത്ര കാരണം ചില മനുഷ്യരുണ്ട് ആർക്കും ഒരു ഉപകാരം ഇല്ലെങ്കിലും ഉപദ്രവിക്കാൻ യാതൊരു മടിയില്ലാതെ ഇങ്ങനെ ഇരുന്ന് ഞോണ്ടിരിക്കും. കാരണം വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയ നമുക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിൽ മൂക്കത്ത് കൈവയ്ക്കുന്ന രീതിയിലുള്ള എന്തോ വസ്ത്രധാരണകൾ, ശരീര പ്രദർശനവും, ഇത് എന്തൊക്കെ നമ്മുടെ കേരളത്തിൽ ഇന്ന് പിന്നെ ഒരു അറുതി വരുത്തേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ അങ്ങോട്ടേക്ക് തള്ളി മാറ്റി വെച്ചിരിക്കും. ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോഴേക്ക് എല്ലാവരും കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്യും. അപ്പൊ അത് അത്യാവശ്യം ഇത്തിരി പക്വതയുള്ളവരാരെങ്കിലൊക്കെ അതിനെക്കുറിച്ച് വസ്ത്രധാരണയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പറയും 80 വണ്ടി കയറിയില്ലേ, തള്ള വൈവ് തന്ത വൈവ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർക്കുന്ന ആ പെൺകുട്ടി ഒരു സാധുവായിട്ടുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കണം അതിനെ ഇങ്ങനെ ഇട്ട് ചവിട്ടി തൊഴിക്കുന്നത്. അത് സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലല്ലേ ജീവിക്കുന്നത്. നമ്മളെ പബ്ലിക്കിൽ ഒരു മോശമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു കാര്യം നടക്കുമ്പോൾ അത് ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അത് വോയിസ് ഉണ്ട്. അല്ലാത്ത ഇതിനകത്തേക്ക് ഇപ്പൊ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും കൂടെ ഒരിടത്ത് ഇരുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് തരുന്നത് വാങ്ങിച്ചുകൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ അതിനൊന്നുള്ള ഒരു വോയിസ് ഇല്ല. നമ്മൾക്ക് നമ്മുടെ കേരളത്തിന് നിരക്കാത്തതായിട്ടുള്ള ഒരു മോശമായിട്ടുള്ളൊരു സാധനം പബ്ലിക്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രതികരിക്കാനുള്ള ഇതുണ്ട്. ഈ പെൺകുട്ടീനെ മാനം വിറ്റ് ജീവിക്കുന്നുള്ളൂ. ഓരോ പിന്നെ ഞാനിപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട്
അപ്പോൾ അതിനകത്തേക്കൊക്കെ ഓരോരുത്തർ ചിലവർ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചിലവരൊക്കെ ഇടുന്ന കമൻറ്റുകൾ അഴിഞ്ഞാടി നടക്കുന്നവള്, മാനം വിറ്റ് ജീവിക്കുന്നവള്, ഒരു 2 റീല് ചെയ്തതിൻ്റെ ഒരു പുള്ളിക്കാരൻ. ഞാനപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിനകത്തേക്ക് ഇട്ടപ്പോഴേക്കും ഒരു പുള്ളിക്കാരൻ സ്റ്റോറി ആയിട്ട് അങ്ങോട്ടേക്ക് എഴുതിയിട്ടില്ല. അവർക്ക് ഒരു വീട് കൊടുത്തിട്ടുണ്ട്, അത് 10 വർഷം കഴിഞ്ഞിട്ടേ അവർക്കത് വിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്കാരനെ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് വിഷമം തോന്നുന്ന ഒരു വീഡിയോ. എൻ്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവളിങ്ങനെ വൈറലായി ഫേമസ് ആവും. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും അവളൊരു കല്യാണം കഴിക്കും, അത് കഴിഞ്ഞ് ഡിവോഴ്സ് ആവും, അപ്പോഴേക്കും അവൾ ഭയങ്കര പണക്കാരിയാവും. അത് കഴിയുമ്പോഴേക്കും സണ്ണി ലിയോണോ നിള നമ്പ്യാരോ ഒക്കെ ആയി തീരുമെന്ന്. ഈ പുള്ളിക്കാരൻ അതങ്ങോട്ട് ഇതാക്കി വെച്ചു, ആ പുള്ളിക്കാരി അങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. എന്ത് ദുഷിച്ച മനസ്സുള്ള മനുഷ്യരെന്ന ചിന്തിക്കുന്നത്. അപ്പോഴീ ഈ പറഞ്ഞവന്റെ ഉള്ളിൽ സണ്ണി ലിയോണും നിള നമ്പ്യാരൊക്കെ കിടക്കുന്നത്. എന്നിട്ട് ആ പെങ്കുച്ചിനെ കുറ്റം പറയുന്നത്. ഇതുപോലത്തെ ഒരു 100,000 വല്ല നമ്മളിപ്പോൾ ആർക്കും ഇപ്പം എനിക്കിപ്പോൾ ഒരാൾക്കൊരു ഒരു ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. നമുക്കൊന്നും പറയാതിരുന്നൂടെ? അവരുടേതായിട്ടുള്ള രീതിക്ക് ജീവിക്കട്ടെ. നമ്മളെ പോലെ ഇപ്പൊ ഞാനിപ്പോ ഒരാളെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരാളെടുത്ത് നിങ്ങൾ ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുമോ? പിന്നെ ഈ ഇല്ലാത്ത കാര്യങ്ങൾ അവരെന്ത് ജോലിക്ക് പോകണമെന്നുള്ളത് അത് അവരെ ഇഷ്ടം, അവരേത് ഡ്രസ്സ് ഇടണമെന്നുള്ളത് അവരെ ഇഷ്ടം, അവരെ മക്കളെ ഏത് രീതിയിൽ നടത്തണമെന്നുള്ളത് അവരെ ഇഷ്ടം. ഞാൻ ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്, അതായത് ആ കുട്ടി ശരിക്കും ദൈവമേ അത് എങ്ങനെ ഇത് സഹിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ചിന്തിക്കാൻ. കാരണം ഈ കമൻ്റൊക്കെ വായിച്ചിട്ട് തന്നെ നമുക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പെൺകുട്ടി ആ കമൻ്റൊക്കെ വായിക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ, ആ ഒരു മൂത്ത ചെക്കനൊക്കെ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല പ്രാപ്തിയും പക്വതയൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ കമൻസ് ഒക്കെ കാണുമ്പോഴേക്കും, പക്ഷെ ആ കുട്ടിക്ക് അറിയാം അമ്മ പോയെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നടക്കണമെന്ന് ആ കുട്ടിക്ക് അറിയാം. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടായിരിക്കണം ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ആക്ടിങ് മേഖലയിലേക്ക് ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ ഏതെല്ലാം പിന്നെ ജോലി ഉണ്ട്, അതിനൊക്കെ പോയിക്കൂടെയെന്ന്. നമ്മുടെ നമ്മുടെ ഓരോ വീടുകളിലും നമ്മൾ ഓരോരുത്തരൊക്കെ മരിച്ചിട്ട് നമ്മൾ സങ്കടപ്പെട്ട് കരഞ്ഞിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുവാണോ? നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, നമ്മൾ കല്യാണത്തിന് പോകുന്നു, സിനിമ കാണാൻ പോകുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമോ അതിനെ നോക്കി? അത് എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, റീലിടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടമുണ്ട്. നമ്മുടെ മലയാളീസിൽ ഇങ്ങനെയുള്ള ഈ കുശുമ്പും കുന്നായ്മയും ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുന്നത്. വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും പ്രതികരിച്ച് അത് പുറത്തു കൊണ്ടുവന്ന് അതിനകത്തേക്ക് ഒരു പരിഹാരം ഉണ്ടാക്കട്ടെ. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കൈയില്ലാത്ത ഒരാൾ വിരലില്ലാത്ത ഒരാളെ പറ്റും. നമ്മുടെ ഇന്നത്തെ കേരളത്തിൽ ഏകദേശം സാധനത്തിന് ഡ്രസ്സ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഇപ്പം ഞാനൊക്കെ അത്യാവശ്യം നല്ല മോഡേൺ ഡ്രസ്സ് ധരിച്ച് ഇറങ്ങുന്ന ഒരാളാണ്. കല്യാണം കഴിഞ്ഞ് 2 ആൺകുട്ടികളുണ്ട്. പക്ഷേ എൻ്റെതായിട്ടുള്ള ശരീരഭാഗം മറച്ചിട്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പോട്ടെ, ഫോണ് ജസ്റ്റ് വേറെ ന്യൂസിനാണെങ്കിൽ പോലും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴേക്കും അത്യാവശ്യം വന്ന് കിടക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസൊക്കെ ആണെങ്കിൽ പോലും മെനകേട. ഇൻസ്റ്റയിൽ എനിക്ക് അറിഞ്ഞൂടാ, പിറന്ന പഴുതി ഈറ്റുള്ള ജന്മങ്ങളാണിപ്പം ഒരു പ്രാപ്തിയായി അത് മുതൽ കിളവിമാര് വരെ. കാരണം വെച്ചാൽ അങ്ങനത്തെ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഒരു അല്പ വസ്ത്രമൊക്കെ ധരിച്ച് നമ്മളെ മലയാളിയായിട്ടുള്ള അമ്മമാര്, 10-50 വയസ്സായ അമ്മമാര്, ചെറിയ പിള്ളേർ വയറുകൾ കാണിച്ചിട്ട് ഇഷ്ടംപോലെ വീഡിയോസ്. ചില കല്യാണം കഴിയാത്ത പിള്ളേര് ഇപ്പൊ പേറാറ്റൊക്കെ ഒത്തിരി വീഡിയോസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വയറും ചെസ്റ്റും ഒക്കെ അത്യാവശ്യം കാണിച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ എല്ലാവരും നല്ല കോമ്പിനേഷൻ, ഗുഡ്, വാവ്, സൂപ്പർ, ഫാന്റാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ 2 റീല് ചെയ്തു. അതിന് എനിക്ക് അറിഞ്ഞൂടാ. കേരളത്തിന്റെ അഭിമാനം മൊത്തം രേണു വിറ്റ് തെളിച്ചെന്നുള്ള ഒരു രീതിയിലുള്ള കഷ്ടമുണ്ട്. നമ്മൾ ദൈവത്തെ നമുക്ക് ആരും ഒരു ഹെൽപ്പ് അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു നല്ല വാക്കുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട്. കാരണം ഒരു ചെറിയ ജീവിതമേ ഉള്ളൂ ഇവിടെ എന്നൊക്കെ പറയുമ്പോഴേക്ക് അത് എന്തിനു നമ്മൾ മറ്റുള്ളവർക്കൊരു ദ്രോഹം ഉണ്ടാക്കി, അല്ല മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ച് നമ്മൾ പോകണം? നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ അവർ വന്ന് കൈ കടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളത് അനുവദിച്ചു കൊടുക്കുമോ? ഇല്ല.
അപ്പൊ പിന്നെ അവരെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള എന്ത് റൈറ്റ്സ് ആയിരിക്കുന്നത്? നിങ്ങൾ ആ മേഖലയിൽ പോണോ ഈ മേഖലയിൽ പോണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് വോയിസാണ് നമുക്ക് ഇരിക്കുന്നത്? ഒന്നുമില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരും അതിന് ഉപകാരം ചെയ്തില്ലെങ്കിൽ അതിനെ വെറുതെ വിട്. അത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ.